ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണോ നിങ്ങൾക്ക് ആവശ്യം? അതും കുറഞ്ഞ നിരക്കിൽ. എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ. വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ. ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചെരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ. അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. അന്തിമഹാകാളൻകാവ് വേല വെടിക്കെട്ട് തകർക്കാൻ വ്യാജ പരാതി. അന്വേഷണം ആവശ്യപ്പെട്ട് കോർഡിനേഷൻ കമ്മിറ്റി. അതിനിടയിൽ ഇന്നലെ രാത്രിയോടുകൂടി ഒരു വ്യാജ പ്രചരണം ചേലക്കരയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ട്. ADMന് ഈ വേലയുടെ വെടിക്കെട്ട് തടസ്സപ്പെടുത്താൻ വേണ്ടി ഒരു വ്യക്തി പരാതി നൽകി എന്നുള്ളതാണ് നമുക്ക് കേട്ടൊരു അറിവ്. പക്ഷേ ഞങ്ങൾ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടപ്പോൾ ആ വ്യക്തി അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വേലയുടെ നല്ല നടത്തിപ്പിന് നല്ല രീതിയിൽ നടത്താൻ പാടില്ല എന്ന് ഉദ്ദേശിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ സ്ഥിരം ഉപജീവനമാർഗമായിട്ട് കൊണ്ടു നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടേതായിട്ടുള്ളൊരു വ്യാജ പ്രചരണമായിട്ടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരാതി നൽകുന്നുണ്ട്. കോർഡിനേഷൻ കമ്മിറ്റി എന്ന പേരിലും 5 ദേശക്കാരും കൂടിയിട്ട് പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ തട്ടക നിവാസികൾക്ക് ഒരു സംശയം ഇങ്ങനെയുണ്ടാവും. സ്വാഭാവികമായിട്ട് വേലയ്ക്ക് വീണ്ടും ഇക്കൊല്ലവും വേല നടത്തിപ്പിന് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതിനൊരു സംശയം ഉണ്ടാവുമല്ലോ. ആ സംശയം ദൂരീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ 5 ദേശക്കാരും കോർഡിനേഷൻ കമ്മിറ്റിയും കൂടിയിട്ട് ഒരു പ്രസ് മീറ്റ് നടത്തുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിൽ വേല നല്ല രീതിയിൽ നടത്തുന്നതാണ്. ഇത്തരം ചെറിയ വാർത്തകൾ പോലും നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അതൊരു മാനസികമായി വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വിഷമം ഉണ്ടായ സംഭവം എന്താണ് സത്യാവസ്ഥ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്. ഇങ്ങനൊരു വ്യാജ വാർത്തയാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഈ പറയുന്ന വ്യക്തി രാജേഷ് നമ്പ്യത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് ADMന് പരാതി കൊടുത്തതെന്നുള്ളതാണ് മൊത്തത്തിൽ പ്രചരിക്കുന്ന വാർത്ത. ഞങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ആർക്കും ആരുടെ പേരോ അഡ്രസ്സ് വെച്ച് പരാതി കൊടുക്കാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം കഴിഞ്ഞ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനാണ്. ഇക്കൊല്ലത്തെ പങ്ങാരപ്പള്ളി ദേശത്തിൻ്റെ കൺവീനറാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പാടത്ത് കൂടെയാണ് ഈ വെടിക്കെട്ട് പോണതും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് അദ്ദേഹം NOC ഒക്കെ തരുന്നത് അദ്ദേഹമാണ്. അപ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്ന ഒരു ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യാജ വാർത്ത വന്നപ്പോൾ ജനങ്ങൾക്കുള്ള ഒരു സംശയം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രസ് മീറ്റ് കൂട്ടിയിട്ടുള്ളത്. മനസ്സിലുണ്ടോ? വേല എല്ലാ നടപടിക്രമങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വില്ലേജിൽ നിന്നും ഫയറിൻ്റെയും പോലീസിൻ്റെയും എല്ലാ റിപ്പോർട്ടുകളും പോയി. കഴിഞ്ഞ കൊല്ലത്തെ റാമ്പിൻ്റെ കുറച്ച് ഇതുണ്ടാകുന്നു. നമ്മൾ റാമ്പ് പണി കഴിഞ്ഞു. എല്ലാ നിയമാനുസൃതം ഒരു വെടിക്കെട്ട് നടത്തേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് പോവാണ്. ADMൻ്റെ അടുത്ത് പേപ്പർ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ADM സ്വാഭാവികമായിട്ടും കാണുന്ന മാതിരി ADM തള്ളും. നമ്മൾ കോടതി പോയിട്ടാണ് അനുമതി വാങ്ങുക. അപ്പോൾ ആ കാര്യങ്ങളിലൂടെ നടന്നു പോകുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു വിവരം വന്നത്. അത് ജനങ്ങൾക്കൊരു അറിയിപ്പ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളിത് കൂടിയിട്ടുള്ളത്. 22-നും 23-നുമായിട്ട് നടക്കുന്ന വേല എല്ലാ രീതിയിലും ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും പ്രയത്നിക്കുന്നത്. അപ്പോൾ ഇത്തരം ചെറിയ വാർത്തകൾ ഞങ്ങൾക്കും വിഷമം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്, അതേമാതിരി ജനങ്ങൾക്ക് വിഷമം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു പരാതി വ്യാജ പ്രചരണമാണ്. പരാതി അങ്ങനെ ഇല്ല. സ്വാഭാവികമായിട്ടും നമ്മൾ 22-നും 23-നും നല്ല രീതിയിൽ വേല നടത്താൻ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങൾ 5 ദേശക്കാരും ഒറ്റക്കെട്ടായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിലൊരു കൺഫ്യൂഷനോ മറ്റേതുമില്ല. ഇനി ഈ പരാതി നൽകിയെന്ന് പറഞ്ഞ വ്യക്തിക്ക് ചേലക്കര അന്തിമഹാകാളൻകാവ് വേല വെടിക്കെട്ടിനെതിരെ ADMന് വ്യാജ പരാതി നൽകി. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട ദേശവേല കമ്മിറ്റികൾ. ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയുടെ വെടിക്കെട്ടിനെതിരെ പങ്ങാരപ്പള്ളി ദേശം ഭാരവാഹിയും മുൻവേല കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റുമായ രാജേഷ് നമ്പ്യത്തിന്റെ പേരിൽ വ്യാജ പരാതി. തൃശൂർ ADMനാണ് പരാതി ലഭിച്ചിട്ടുള്ളത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട ദേശവേല കമ്മിറ്റികൾ രംഗത്ത്. വേല കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ PK സുനിൽ, കുറുമല ദേശം പ്രസിഡന്റ് ഗോപൻ നമ്പ്യാത്ത, പങ്ങാരപ്പള്ളി ദേശം പ്രസിഡന്റ് PK സുനിൽകുമാർ, തോന്നൂർക്കര ദേശം പ്രസിഡന്റ് പ്രദീപ് നമ്പ്യാത്ത, വെങ്ങാനല്ലൂർ ദേശം പ്രസിഡന്റ് ജിതേഷ് കാളാത്ത എന്നിവരാണ് രാജേഷ് നമ്പ്യാത്തിനൊപ്പം പോലീസിനും സൈബർ സെല്ലിനും പരാതി നൽകാൻ ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഈ നമ്മുടെ വേല അറിയാം, കഴിഞ്ഞ ഒരു 2 വർഷം കുറച്ച് നിരാശയൊക്കെ എല്ലാവർക്കും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം അത് വളരെ ഗംഭീരമായ രീതിയിൽ നല്ല രീതിയിൽ ആഘോഷിക്കുന്ന എല്ലാ തയ്യാറെടുപ്പും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ വേല അതുപോലെ തന്നെ വെടിക്കെട്ടുമ്പോൾ കൃത്യമായി നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില ഒരു ഗ്രൂപ്പുകൾ തന്നെ ചേലക്കരയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാ വർഷവും അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ വെച്ചിട്ട് ഇത്തരത്തിൽ വരുന്ന ഒരു പതിവ് സാധാരണഗതിയിലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അത് കുറച്ചുകൂടി മുന്നേ തന്നെ വന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ
വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ദേശവേല കമ്മിറ്റികളും ജനങ്ങളെ സമീപിക്കുമ്പോൾ ജനങ്ങളുടെ സഹകരണം കുറയ്ക്കുക എന്നാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ആരോപണങ്ങൾ കൊണ്ട് ജനങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ വേല കമ്മിറ്റികളും അതുപോലെ തന്നെ കോർഡിനേഷൻ കമ്മിറ്റിയും ചേലക്കര പോലീസിൽ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അവരതിൻ്റേതായ നിയമ നടപടികൾ സ്വീകരിക്കും. ഈ പറയുന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആരൊക്കെയാണെങ്കിൽ അവരൊക്കെ നിയമത്തിന് മുന്നിൽ വരേണ്ടി വരും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എൻ്റെ പേരിലുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ അതൊരു രേഖാമൂലമൊന്നുമില്ല. അതായത് വെറുതെ ഇങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട്, അത് രാജേഷ് നമ്പ്യാത്താണ് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ മാത്രമല്ല, ആ പരിസരത്തുള്ള കുറച്ച് വീടുകളുണ്ട്. അപ്പോൾ ആ വീടുകളിലുള്ള ആളുകളുടെ NOC വേണം പൊതുവെ വെടിക്കെട്ടിന്. അത് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും പോലീസായാലും അത് നമ്മൾ ഇപ്പോൾ ചേലക്കര പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ നേരിട്ട് പോയിട്ടാണ് NOC ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. അതുപോലെ തന്നെ റവന്യൂൻ്റെ കേശവേട്ടൻ്റെ അടുത്താണ് അതിൻ്റെ പേപ്പർ, എൻ്റെ പരിസരത്തുള്ള ആളുകളുടെ കൂടി പേപ്പറും കംപ്ലീറ്റ് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്ത് കൊടുത്തത് ഞാനാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെയാണ് ഇത് ചെയ്യുക. അതുപോലെ തന്നെ ഈ നമ്മൾ വെടിക്കെട്ട് നടത്തുന്ന കൃഷി ആ പാടമാണല്ലോ, ആ പാടത്ത് ആരുടെ പാടത്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയൊക്കെ NOC വാങ്ങിക്കണം. അങ്ങനെ NOC വാങ്ങിച്ച് അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വെടിക്കെട്ടിന് അനുവാദം ലഭിക്കുക. ആ രീതിയിൽ എല്ലാവരും എല്ലാ ഫോർമാലിറ്റിയും കഴിഞ്ഞു. അവിടെ ഇനി വേറെ വിഷയങ്ങളൊന്നുമില്ല. അതായത് അവിടുന്ന് വേണ്ട, അതായത് ഡിസ്പ്ലേ ഗ്രൗണ്ടിൽ വേണ്ട എല്ലാ സമ്മതപത്രങ്ങളും സബ്മിറ്റ് ചെയ്ത് ഇപ്പോൾ നിലവിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ADMൻ്റെ അടുത്താണ് പേപ്പർ ഇരിക്കുന്നത് അല്ലേ, ADMൻ്റെ അടുത്താണ് പേപ്പർ ഇരിക്കുന്നത്. എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഫർദർ പ്രൊസീഡിങ്സ് എന്താ വെച്ചാൽ അത് അവിടെ നിന്നാണ് ഉണ്ടാവുക. ഇതാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ ഇതിൻ്റെ അജണ്ട വേറെ ഒന്നുമല്ല, 25 വേല നല്ല രീതിയിൽ നടക്കും എന്ന് തോന്നലുണ്ടായപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഈ വേല കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഏത് ചുമതലപ്പെട്ട ആളുകൾ വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന ഗ്രൂപ്പിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, അത് നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. മുൻകാലങ്ങളിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, അത് എല്ലാവർക്കും അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ADMൻ്റെ അവിടേക്ക് പിതൃശൂന്യമായിട്ടുള്ള പരാതികൾ എന്ന് പറയേണ്ടി വരും. അഡ്രസ്സൊന്നും ഇല്ലാത്ത പരാതികളാണ് പോവുക. അതായത് നമ്മളിപ്പോൾ ഒരു പരാതി കൊടുക്കുമ്പോൾ ഞാൻ ഇന്ന ആൾ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അഡ്രസ്സ് അടക്കമുള്ള പരാതി കൊടുക്കുക. അത്തരത്തിലുള്ള പേരും ഒന്നുമില്ലാത്ത പരാതികളാണ് മുൻകാലങ്ങളിലൊക്കെ ചെന്നിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടില്ലേ, വാക്കാൽ പറഞ്ഞുകൊണ്ട് പോയിരിക്കുകയാണ്. അത് എത്രത്തോളം ആളുകൾ എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ 1-2 കേസുകൾ പറഞ്ഞ സമയത്ത് വേല കമ്മിറ്റികളും കോർഡിനേഷൻ കമ്മിറ്റികളും ഞാനായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പിന്നെ വ്യക്തമായിട്ട് അറിയാം. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വരെ ഞാൻ ഈ വേലയുടെ പ്രവർത്തനവുമായിപ്പെട്ട അതിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു, പങ്കാളിപ്പള്ളി ദേശവുമായി ബന്ധപ്പെട്ട അതിൻ്റെ കളക്ഷനും പിരിവിലൊക്കെ ആയിട്ട് നമ്മൾ പോയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതിന് മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാനിപ്പോൾ വേലയുടെ ഇദ്ദേഹത്തിന് മുമ്പ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനായിട്ട് ഞാൻ ദീർഘകാലം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടമൊക്കെ നിങ്ങൾക്ക് അറിയണമല്ലേ, ജനങ്ങൾക്കും അറിയാം. വേലയുടെ വെടിക്കെട്ടിന് അനുമതി നൽകരുതെന്ന് കാണിച്ചാണ് രാജേഷ് നമ്പ്യാത്തിന്റെ പേരിൽ വ്യാജ പരാതി പോയിട്ടുള്ളത്. അതിനു പുറമെ വെടിക്കെട്ടിന് BJP പ്രവർത്തകൻ കൂടിയായ രാജേഷ് നമ്പ്യാത്ത് എതിര് നിൽക്കുന്നു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുകയും ചെയ്യുകയാണ്. വേല നന്നായി നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ചില തൽപര കക്ഷികളാണ് ഇതിനു പിന്നിലെന്നും സംഭവത്തിൽ സമഗ്രാന്വേഷണം വേണമെന്നും ദേശവേല കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെടുന്നു. 2025 മാർച്ച് 22-ാം തീയതി ശനിയാഴ്ചയാണ് പ്രസിദ്ധമായ ചേലക്കര അന്തിമഹാകാളൻകാവ് വേല ആഘോഷിക്കുന്നത്. CCV ന്യൂസ്, ചേലക്കര.